വിജിലൻസ് കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം നൽകിയത്. കൊട്ടാരക്കര സ്വദേശിയാണ് ശേഖർ കുമാറിനെതിരായ പരാതിക്കാരൻ. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ഒടുവിൽ ശേഖർ കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, വിജിലൻസിന്റെ കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ശേഖർ കുമാറിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ശേഖർ കുമാറിന് നിർദ്ദേശം നൽകുകയും അറസ്റ്റ് ഉൾപ്പെടെ തടയുകയും ചെയ്തിരുന്നു. എന്തായാലും അന്തിമമായിട്ട് മുൻകൂർ ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുവദിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ വേണ്ട എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ പോലീസ് അറിയിച്ചത് തൽക്കാലം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ഈ ഒരു കേസിനാസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇഡി അന്വേഷിക്കുന്ന കേസുകൾ ഒതുക്കി തീർത്താൻ ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കൈക്കൂലി പണം ശേഖർ കുമാർ വാങ്ങിയെടുത്തു എന്നുള്ളതായിരുന്നു വിജിലൻസ് കേസ് എടുക്കാനായിട്ട് ഉള്ള കാരണമായിട്ട് പറഞ്ഞിരുന്നത്. താൻ അന്വേഷിക്കുന്ന കേസിൽ പ്രതിയായ, അതായത് അനീഷ് ബാബുവിന്റെ മൊഴി മാത്രം കണക്കിലെടുത്താണ് വിജിലൻസിന്റെ നീക്കമെന്നും ആരോപണം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ലെന്നുമായിരുന്നു ശേഖർ കുമാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ശേഖർ കുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കൈക്കൂലി കേസിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രി രേഷ്മ, വിജിലൻസ് കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം നൽകിയത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.